ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജു വാലറ്റ് 2.0. നമ്മൾ +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഓണം എക്സാമിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണിത്. +2-ലെ നമ്മൾ കൊമേഴ്സ് സബ്ജക്റ്റുകളായ അക്കൗണ്ടൻസി, ബിസിനസ്, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, മലയാളം ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഏതെങ്കിലും. അപ്പോൾ ഏതെങ്കിലും ഓപ്ഷണൽ സബ്ജക്റ്റുകളാവാം അത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ +2 കുട്ടികളോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഓണപ്പരീക്ഷേനെ നിങ്ങൾ ആ ഒരു സീരിയസ്നെസ്സിലെടുക്കണം. അതായത് സില്ലി ആയിട്ട് വിടരുത്. നല്ല ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു എക്സാം ആയിട്ട് എടുക്കുക. കാരണം നിങ്ങൾക്ക് ഇത്തവണ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരുന്നത് മാർച്ചിൽ തന്നെയാണ് അല്ലേ. ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു എക്സാം നമുക്കില്ല. ഇമ്പ്രൂവ്മെൻറ്റ് ഒരു എക്സാം ഇല്ല. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും +1-ൻ്റെ റിസൾട്ട് വന്നിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം +1-ൽ എനിക്ക് എത്രത്തോളം മാർക്ക് ഉണ്ട്. കുറേ കുട്ടികൾ ഫീൽഡ് ആയവരുണ്ട്, ഡബിൾ പാസ് ഇല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ A+ന് കുറച്ച് മാർക്കിന് A+ പോയവർ, കൂടുതൽ മാർക്കിന് A+ പോയവർ, അങ്ങനെ ഒരുപാട് പേര് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് നിങ്ങളിലുണ്ട്. അപ്പോൾ +2 റിസൾട്ട് എങ്ങനെയായിരിക്കും നിങ്ങൾ എന്നതിൻ്റെ ഒരു പകുതി ശതമാനം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. കാരണം എന്താണ്, അവരെ മാർച്ചിൽ, അതായത് ഇപ്പോൾ കുറേ കുട്ടികൾ റിവാലുവേഷനൊക്കെ കൊടുത്ത് കുറച്ച് മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെപ്റ്റംബർ, ഒക്ടോബറിലാണ് സാധാരണ വരാറ്. അത് നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി മാർച്ചിൽ നിങ്ങളുടേതായ +2 ഫൈനൽ എക്സാം എഴുതുന്നതോടൊപ്പം തന്നെ നിങ്ങൾ +1 എക്സാമും എഴുതേണ്ടി വരും. ഓക്കെ, അതായത് ഇമ്പ്രൂവ്മെൻറ്റും സെയിം എഴുതണം എന്നുള്ള കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ +1-ൽ ഫെയിൽഡ് ആയ കുട്ടികളുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ മാർച്ചിലുള്ള ഫൈനൽ എക്സാമിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ +1 എഴുതേണ്ടി വരും. അത് വളരെ ഡിഫിക്കൽട്ടാണ്. എഴുതുന്നവരുണ്ട്, ഇല്ല എന്നല്ല, ഭൂരിഭാഗം പേര് എഴുതുന്നവരുണ്ട്. കാരണം നമുക്ക് ചിലപ്പോൾ ഡെയിലി എക്സാം ഉണ്ടായിരിക്കാം. മോർണിംഗ് +1 ആയിരിക്കാം, ഈവനിങ് അതായത് ആഫ്റ്റർനൂൺ സെക്ഷനിൽ +2 ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ +2 പഠിക്കുമോ +1 പഠിക്കുമോ, 2 ടെക്സ്റ്റ് ബുക്ക് ഒരുമിച്ച് പഠിക്കേണ്ടേ. മറ്റേത് സെപ്റ്റംബറിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ, ഈ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് സെപ്റ്റംബറിലും ഒക്ടോബറിലും ആയിരുന്നു എങ്കിൽ സാധാരണ സെപ്റ്റംബർ ഓർ ഒക്ടോബറിൻ്റെ ഉള്ളിൽ ഈ ഇമ്പ്രൂവ്മെൻറ്റ് കഴിയും. ഇങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ആദ്യം +1-ലത്തെ നമ്മൾ ഇമ്പ്രൂവ്ഡ് സബ്ജക്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ആ ഒരു ഓപ്ഷൻ നമ്മളിന്ന് എടുത്ത് കളഞ്ഞിട്ട് ഇപ്പം നമുക്കുള്ള ഓപ്ഷൻ എന്താണ്, ഒരൊറ്റ മാസം, അതായത് ആ മാർച്ചിൽ തന്നെ 2 എക്സാമും ഒരേ വാല്യൂ കൊടുത്ത് എഴുതേണ്ട ആ ഒരു ഡിഫിക്കൽട്ടി നിങ്ങൾക്കുണ്ട്. അതൊഴിവാക്കണമെങ്കിൽ നിങ്ങൾ എന്തുണ്ടായിരിക്കണം, +2-ൽ നല്ല മാർക്ക് വാങ്ങും വേണം, നല്ല പോലെ പഠിച്ച് കവർ ചെയ്യും വേണം. +1-ൽ കിട്ടാത്തത് എനിക്ക് +2-ൽ കയറ്റിയെടുക്കണം. അതിന് ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ വേണ്ടിയിട്ടുള്ള പഠിത്തം തുടങ്ങണം. ഇതിൽ നിങ്ങളുടെ +2 റിസൾട്ട് ഇപ്പോഴും അറിയില്ല അല്ലേ. +2 റിസൾട്ട് നമുക്ക് ഇങ്ങനെയാ എക്സാം കഴിഞ്ഞിട്ടേ വരും. അപ്പോൾ ഈ റിസൾട്ടിലേക്ക് നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ടത് ഓണം പരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെയാണ്. അപ്പോൾ ഓണം എക്സാം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയും നല്ല വാല്യൂ കൊടുക്കുക. കാരണം ഈ എക്സാമിലാണ് നമുക്ക് അത്യാവശ്യം ഒരു 25% പോർഷൻസും കവർ ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഒരു 10 പാഠമുണ്ട് എങ്കിൽ ഫസ്റ്റത്തെ ഒരു 4 പാഠങ്ങൾ, 4 ചാപ്റ്റേഴ്സ് നമുക്ക് എങ്ങനെയും എന്തുണ്ടാവാം, ഓണപരീക്ഷയ്ക്ക് ഉണ്ടാവാം. ഓരോ സ്കൂൾ വൈസ് അനുസരിച്ചിട്ടാണ്. കാരണം ഗവൺമെൻറ് അല്ല ഇത്തവണ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അപ്പോൾ സ്കൂൾ വൈസാണ്. ചില സ്റ്റുഡൻസിന് 4 ചാപ്റ്റർ എന്നുള്ളത് 6 പാഠെടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത്രയും നിങ്ങൾക്ക് കവർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓണപരീക്ഷയ്ക്ക് നല്ല പോലെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഓരോ സബ്ജക്റ്റ് വൈസ് പറഞ്ഞു തരാം. നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് എടുക്കുകയാണ് എങ്കിൽ നമുക്ക് ആദ്യം അക്കൗണ്ടൻസി നോക്കാം. അക്കൗണ്ടൻസിയിൽ നമുക്ക് 2 സെക്ഷനായിട്ടുണ്ട്. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. പാർട്ട് 1-ൽ നമുക്ക് 4 ചാപ്റ്റേഴ്സും പാർട്ട് 2-ൽ 6 ചാപ്റ്റേഴ്സാണുള്ളത്. ഈ പാർട്ട് 2 എന്ന് പറയുന്നത് AFS ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് എങ്ങനെയും, അതായത് പാർട്ട് 1-ൽ 2 ചാപ്റ്റേഴ്സാണ് ഓണപരീക്ഷയുടെ പോർഷൻ. ഓണപരീക്ഷയുടെ എക്സാമിൻ്റെ പോർഷൻ 2 ചാപ്റ്റേഴ്സ് വരികയാണ്. ഇതിലും നമുക്ക് 2 ചാപ്റ്റേഴ്സ് വരികയാണ്. അങ്ങനെ 4 ചാപ്റ്റേഴ്സാണ് മൊത്തം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം തന്നെ അക്കൗണ്ടൻസി പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം മൊത്തം 10 പാഠങ്ങളിൽ നിന്നും 4 പാഠങ്ങളോളം നിങ്ങൾ കവർ ചെയ്തു. അതായത് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്കത് പഠിക്കണം. അതിൻ്റെ തിയറീസും പ്രോബ്ലംസും ഒക്കെ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെയാണ് ബിസിനസ് സ്റ്റഡീസ്. ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് പ്ലാനിങ് വരെയാണ് ഒരു 4-ാം പാഠം അല്ലെങ്കിൽ 5-ാം പാഠം. 4 to 5 ചാപ്റ്റേഴ്സാണ് ഓണം എക്സാമിൻ്റെ പോർഷൻസ്. അതായത് നമ്മുടെ ഓഗസ്റ്റ് മന്ത് കഴിയുന്ന വരെയുള്ള പോർഷൻസ് അത്രയാണ്. അതിൽ സ്കൂൾ വൈസ് ആണ്. ചില സ്റ്റുഡൻസിന് 6 പാഠം എത്തിയിട്ടുണ്ട് ചിലർ. അപ്പോൾ ഓരോ ടീച്ചേഴ്സും എടുക്കുന്നതിനനുസരിച്ച് മാറും.
അപ്പോൾ ചില സ്കൂളുകളിൽ ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ ടീച്ചേഴ്സ് ഇടും. ചില സ്കൂളുകളിൽ ഇപ്പോൾ 2 പാഠം ഉള്ളെങ്കിൽ 2 പാഠം ടീച്ചേഴ്സ് ഇടും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ അത്രയും പോർഷൻസ് കവർ ചെയ്യുക. എക്കണോമിക്സിനെ സംബന്ധിച്ച് നമുക്ക് ഇതേപോലെ 2 സെക്ഷൻ ഉണ്ട്. മൈക്രോ ഉണ്ട്, അതുപോലെ തന്നെ മാക്രോ ഉണ്ട്. മൈക്രോയിൽ ഇതേപോലെ 2 ചാപ്റ്റേഴ്സ്, മാക്രോയിൽ 2. ഇങ്ങനെയാണ് സാധാരണ നോർമലി വരുന്നത് ഓണം പരീക്ഷയുടെ പോർഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം വരെ. ഇക്കൊല്ലത്തെയും കഴിഞ്ഞ കൊല്ലത്തെയും നമുക്ക് ഏകദേശം സെയിം ആണ്. അപ്രോക്സിമേറ്റ്ലി വലിയ ചേഞ്ചസ് ഒന്നും വരില്ല. എക്കണോമിക്സ് ഇതേപോലെ 4 ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഇതും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ തന്നെയാണ് 2 പോർഷനിൽ നിന്ന് വരിക. ദെൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബിസിനസ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, പൊളിറ്റിക്സ് എല്ലാം നമുക്ക് 4 to 5 ചാപ്റ്റേഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മലയാളം, ഹിന്ദി അതൊക്കെ നമുക്ക് 2 യൂണിറ്റ്സ് ഓർ 3. 2 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ 2 അതിലധികമോ 3 യൂണിറ്റുകളോ ആണ് നമുക്ക് മലയാളം, ഹിന്ദി ഉണ്ടാവുക. ഓക്കെ. ദെൻ എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, അപ്പോൾ എല്ലാ വിഷയവും ഇപ്പോൾ ഒരുവിധം നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ 25% അതായത് 1/4 ഭാഗം അല്ലെങ്കിൽ നമുക്കൊരു ഹാഫിൻ്റെ അടുത്തേക്ക് പറയാം, 25% പോർഷൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്? ഈ ഓണം എക്സാമിനാണ്. അപ്പോൾ ഓണം എക്സാമിന് വേണ്ട വിധത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാലാണ് നമുക്ക് ഇത്രയും പോർഷൻസ് കവർ ചെയ്യാനും പറ്റുള്ളൂ. നിങ്ങൾ വിചാരിച്ച ആ ഒരു എയിമിലേക്ക്, അതായത് ചില കുട്ടികൾ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് പഠിച്ച കുട്ടികളുണ്ട്, ആ എയിമിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നല്ല പോലെ ശ്രദ്ധിച്ച് +2 കുട്ടികൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അല്ലെങ്കിൽ നമുക്ക് പണി വാളും ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ നല്ല പോലെ ബുദ്ധിമുട്ടും. അതുകൊണ്ട് എല്ലാവരും +2 ഓണം എക്സാമിന് നല്ല രീതിയിൽ എടുക്കുക. നിങ്ങളെ +1 റിസൾട്ട് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെയും അതുപോലെ തന്നെ നല്ല റിസൾട്ട് വന്നവർ ഓവറായിട്ട് എന്താ പറയുക കോൺഫിഡൻസിലിരിക്കാതെയും അതിൻ്റേതായ ഓരോ എക്സാമിനും അതിൻ്റേതായ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ഇനി വരുന്ന വീഡിയോസ് എല്ലാം ഓരോ ചാപ്റ്റർ വേസും അക്കൗണ്ടൻസിയുടെ പ്രോബ്ലംസും എല്ലാം നമ്മൾ ഇടുന്നതാണ്. ഒരാളും ടെൻഷൻ ആവേണ്ട. നമ്മളിനി എല്ലാ വീഡിയോസും ഡെയിലി ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി പഠിക്കേണ്ടത് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയി നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.